ശോഭേ, മഴയൊക്കെയാണ്. മഴയൊക്കെയാണ്. അതിന് അതിന് അല്ല, ബെഡ്റൂമിലെ ചോർച്ചയുണ്ട്, ഒരു ബക്കറ്റ് എടുത്ത് വെക്കാൻ പറഞ്ഞു. തോളെ തൂങ്ങിക്കിടക്കുന്നത് പടവലൊന്നല്ലല്ലോ, കൈ തന്നെയല്ലേ. അപ്പൊ ആ കൈ കൊണ്ട് എടുത്തിട്ടേ ആ പാത്രത്തിന്റെ അവിടെ വെക്ക് കേട്ടാ. എല്ലാത്തിനും ഞാൻ വേണം. മഴയാണ് ഇത്ര മഴ. ഈ മഴക്കാലം കഴിയുന്നതിന് മുമ്പ് ഒരു വെക്കേഷൻ വന്നായിരുന്നു. അപ്പൊ ഞാൻ 100 വട്ടം പറഞ്ഞതാ എനിക്ക് കൊച്ചുങ്ങളെയും കൊണ്ടൊന്ന് സിനിമയ്ക്ക് പോണോന്ന്. അത് നിങ്ങൾ കാണിച്ചോ? നിന്നെ സിനിമ കാണിക്കാടി പോർക്കെ. എന്തുവന്ന് എന്താ വിളിച്ചേ? പോർക്ക്. പോർക്ക് എന്ന് വെച്ചാ പന്നി. അപ്പൊ ഞാൻ പന്നി. അങ്ങനല്ല, പിന്നെ നീ സിനിമ കാണാൻ അല്ലേ പറഞ്ഞത്? അപ്പൊ ഞാൻ പറഞ്ഞു നിന്നെ 4K സിനിമ കൊണ്ട് കാണിക്കാന്ന് പറഞ്ഞു. അതാണോ പറഞ്ഞേ? ഇപ്പൊ എല്ലാം 4K ആണല്ലോ. അത് എടി 4K, മറ്റേ പോർക്ക് തന്നെയല്ലേ? 4K. നിൻ തുമ്പുക്കെ തീയിട്ട ചുരുൾ മുടിയിൽ എന്തുവാ? പിഴിയണോ? നമ്മൾ തമ്മിൽ പിരിയണോ? പിരിയണോ? അങ്ങോട്ട് മാറിക്കോ. നടക്കത്തില്ല. നല്ല മഴയും, 2 അടിക്കാൻ എന്താ ഒരു മാർഗം? ആർക്കെങ്കിലും ഒരു 1000 രൂപ ചോദിക്കാന്ന് വിചാരിച്ച ഇവളോട് ചോദിച്ചാൽ തരത്തില്ല. ഒന്ന് ചോദിച്ചു നോക്കാം. കെഞ്ചി ചോദിക്കാം. കെഞ്ചി ചോദിച്ചാൽ ഒട്ടും തരത്തില്ല. ആജ്ഞാപിച്ചാലോ? ശോഭേ, എടി ഒരു 1000 രൂപ എടുത്തിട്ട് പാടി. ദിനേശ, 1000 രൂപ ഇല്ല. വലിയ ആജ്ഞയും ചേരാത്തൊരു ഗൗരവവും പിടിച്ചോണ്ട് നീ ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വന്നേ. എടി ഒരു 1000 രൂപ കൊണ്ട് താടി എനിക്ക്. എന്റെ കയ്യിൽ 1000 രൂപ ഇല്ല. ഉണങ്ങിയിട്ടില്ല. ഉണങ്ങിയിട്ടില്ല? അതപ്പൊ കഴിയിട്ടേക്കല്ലേ, അതുകൊണ്ടായിരിക്കും ഉണങ്ങാത്ത. അതല്ലെന്ന്, പൈസ ഞാൻ പ്രിന്റ് അടിച്ചു വെച്ചേക്ക, അത് ഉണങ്ങി കിട്ടിയിട്ടില്ല. എടി ഒരു 1000 രൂപ താടി, ഞാൻ തരാം. ദിനേശേട്ടാ, 1000 എന്ന് പറഞ്ഞ എന്റെ കയ്യിലില്ലെന്ന്. വെളിച്ചാൻ പോകുന്ന 1000 ഉണ്ടാക്കാൻ. നീ ആ അരിപ്പാട്ടല്ലേ നോക്ക്. ഹരിപ്പാട് പോയി ഞാൻ ആരോട് ചോദിക്കാൻ? അരിപ്പാട്ട് പോയി ചോദിക്കാനല്ലേ പറഞ്ഞു. നീ ഇങ്ങോട്ട് വന്നേ. അരിപ്പാട്ടയിൽ നീ കൈയിട്ട് നോക്ക്, അതിനകത്ത് പൈസ ഉണ്ടാവും. അരിപ്പാട്ടയിൽ പൈസ ഇല്ല. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അരിപ്പാട്ടേ പോയി കൈയിട്ട് നോക്ക്. അത് വേണ്ട. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അരിപ്പാട്ടെ കൈയിട്ടപ്പോ എന്റെ കയ്യിലെന്തോ കടിച്ച്. നീ അരിപ്പാട്ടയ്ക്കകത്ത് എലിപ്പെട്ടി വെച്ചിരുന്നല്ലേ? കൈ നീരടിച്ച് 3 ദിവസം കൊണ്ടു നടന്നത്. അത് ഓർമ്മ വേണം. എല്ലാ ഭർത്താക്കന്മാർക്കുള്ള ഒരു പാടാ അത്. ജോഡി കാശ് 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 എന്തോ. എനിക്ക് ഇപ്പഴാ ഓർമ്മ വന്നത്. നിങ്ങളെ കഴിഞ്ഞ ആഴ്ച ആ ജംഗ്ഷനിൽ വെച്ച് ശാരിയെ കണ്ടായിരുന്നോ? അവളോട് സംസാരിച്ചെന്ന് എന്റെ കൂട്ടുകാരികൾ പറഞ്ഞല്ലോ. നമ്മുടെ അയലത്തുകാരിയല്ലയോ? അവളോട് കുറച്ചേരം സംസാരിച്ച എന്താ കുഴപ്പം? എന്തുവാ ഈ 10 മിനിറ്റ് സംസാരിക്കാൻ? എന്തോ ആലോചിക്കുന്ന? എന്തുവാ എടി 10 മിനിറ്റത്തെ കാര്യമല്ലേ, 1 മിനിറ്റ് എനിക്ക് താ ആലോചിക്കണ്ടേ? അതായത് അവളുടെ ഭർത്താവ് അവൻ ഗൾഫിലായിരുന്നല്ലോ. അതെ. അവനിപ്പോ വന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു അവന് സുഖമാണോ? അപ്പൊ അവന് സുഖമാണെങ്കിൽ എന്നാണ് പോകുന്നത്? അങ്ങനെ കുറച്ചു നേരമൊക്കെ ഇങ്ങനെ സംസാരിച്ച് അങ്ങനെ സമയം. അത് പിന്നെ അയാളോട് ചോദിച്ചാ പോരെ? എനിക്ക് അവന് ഇഷ്ടമല്ല. നിങ്ങളുടെ ഈ സ്വഭാവം കാരണമാണ് നമ്മുടെ മോൻ പരീക്ഷാ പേപ്പർ കൊണ്ടുവരുമ്പോ എനിക്ക് ഒന്നും മിണ്ടാൻ പറ്റാത്തത്. അത് ഇതോട്ടും തൊടി ബന്ധം. അച്ഛൻ കോഴിയായ പിന്നെ മോൻ മുട്ട വരുമ്പോ എനിക്ക് എന്തെങ്കിലും കൊണ്ട് പറയാൻ പറ്റും. പൊന്നെ കഷ്ടമുണ്ട്. നീ ഒരു 1000 രൂപ എടുത്താടി. എന്റെ കയ്യിൽ ഇല്ല ഇല്ല ഇല്ല. ഇതെന്നെ പറഞ്ഞോണ്ടിരിക്കണേ. 1000 വേണ്ടായിരുന്നു. ദിനേശ് ചേട്ടാ, എന്റെ കയ്യിൽ ഇല്ല. നീ പോയാ അത് കഴിയിട്. പിണങ്ങല്ലേന്ന്. വേണ്ട. ഞാൻ ഈ പിണക്കം മാറ്റൊരു പാട്ട് പാടിയാലോ? അതിന്റെ കാര്യം എന്തിന്? എനിക്കൊരു പിണക്കം ഇല്ലല്ലോ. അപ്പൊ കുഴപ്പമില്ലല്ലോ. എന്ത് കുഴപ്പം? അതെ, ചേട്ടൻ മുന്നേ പറഞ്ഞില്ലേ മഴയൊക്കെ. ഞാൻ ഇപ്പഴാ അതേ കുറിച്ച് ആലോചിച്ചത്. മഴയൊക്കെ അല്ലേ, അതിന് ഞാനേ ഒരു ചിക്കൻ കറി അങ്ങോട്ട് വെച്ചാലോ? അതായിരുന്നു. ചേട്ടൻ എന്താ വിചാരിച്ചേ? ചിക്കൻ കറി അല്ലേ വിചാരിച്ചേ? എന്നോട് ഇരുന്നോ, ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കിട്ട് ഇപ്പൊ വരാം. എടി ഒരു 1000 രൂപ താടി. നിങ്ങൾക്ക് എന്തിനാ 1000 രൂപ? എന്തിനാ 1000 രൂപ? എന്തിനാ? അതൊരു ചാരിറ്റി ചെയ്യാനാണ്. ചായ കുടിക്കാനോ? ചായ കുടിക്കാനല്ല, ഒരു ചാരിറ്റി. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നോട് കള്ളം പറയരുതെന്ന്. കള്ളം പറഞ്ഞ എന്റെ അടുത്തൊന്ന് കാശ് മേടിക്കരുത്. സത്യം പറഞ്ഞാ തരൂ? സത്യം പറഞ്ഞാ തരാം. 2 അടിക്കാനാ? തരത്തില്ല. ഇതാ സത്യം പറയാത്ത. നിങ്ങൾ വാട്ടാ, നിങ്ങക്ക് തരാ ഞാൻ. എടി ഒരു നിന്റെ കയ്യിൽ നിന്ന് ഞാൻ 1000 രൂപ മേടിച്ച് ഞാൻ അടിച്ചില്ലെങ്കിൽ എന്നെ പുല്ല്. എൻ്റെ ഫോണെന്തി? 1000 രൂപ കിട്ടുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. പ്രമോദിനെ ഒന്ന് വിളിക്കാം. ഹലോ ഹലോ
ആടാ ഓ എടാ ഒരു 1000 രൂപ മറിക്കാനുണ്ടാവൂടാ. പിന്നെ മറിക്കാൻ പറ്റും, തിരിക്കാൻ പറ്റും, മടക്കി പോക്കറ്റ് ഇടാൻ പറ്റും. 1000 രൂപ വേണം. എന്റെ പൊന്നെന്താ 5 പൈസ കയ്യിൽ, അറിയാമോ? 5 പൈസ. എടാ പോങ്ങ, ഞാനേ ഒരു 1000 രൂപ എനിക്ക് തരാൻ പറ്റുമോ ശമ്പളമൊക്കെ വന്ന് കാണാം. എന്നാ ശമ്പളം വന്നില്ലെന്ന്. ശമ്പളം വരാത്തോണ്ട് ഡെയിലി ഗൂഗിൾ പേയിലെ ബാലൻസ് നോക്കാനാണ് എന്റെ പണി. എടാ ഒന്നുകൂടെ നോക്കടാ അത്. എന്നാ 5-6 ദിവസമായി ഇനി നോക്കി കഴിഞ്ഞാൽ ഗൂഗിൾ പേയിൽ തെറി എഴുതി കാണിക്കും. അതുകൊണ്ടാണ്. എടേ ആ ഒരു 1000 രൂപ കിട്ടാനുള്ള വഴിയുണ്ട്, നീ കൂടെ നിൽക്കുവോ? അയ്യോ 1000 രൂപ വഴി കിടന്ന് പണിയാന്ന് നിൽക്കുക വയ്യ. എടാ അങ്ങനല്ലെന്ന്. ഒരു 1000 നീ ഇപ്പൊ എവിടെ നിൽക്കുന്നേ? ഞാൻ നിങ്ങളെ വീട്ടിന് മുമ്പ് വയ്ക്കുന്നു. എന്റെ വീട്ടിന് മുമ്പ്? ഓ എടാ ഇങ്ങോട്ടൊന്ന് വാടാ, അത്യാവശ്യം മാങ്ങ പറിക്കാൻ പോകണം. അതുകൊണ്ട് എടാ മാങ്ങ പിന്നെ പറിക്കും. ഒരു 1000 രൂപ കിട്ടുന്ന ഒരു ഏർപ്പാടുണ്ട്, വാ. ചണ സമയമില്ല, അതുകൊണ്ടാണ്. എടാ നീ എന്റെ വീടിന് മുമ്പിക്കാന്ന് പറഞ്ഞിട്ട് നിനക്ക് ഇങ്ങോട്ടൊന്ന് വന്നാൽ എന്താ കുഴപ്പം? അത്യാവശ്യം മാങ്ങ പറിക്കാൻ ഒരു 1000 രൂപ, അതുകൊണ്ടല്ലേ വരാത്തത്. ആണോ? ആ അതെ. എടേ അപ്പൊ നീ ഇവിടെ നിൽക്കുകയായിരുന്നു? ഞാൻ ഇവിടെ നിൽക്കുമായിരുന്നു. എന്നെ കണ്ടായിരുന്നു? കണ്ടായിരുന്നു. എന്നോടെന്താ വിളിക്കാൻ? നിങ്ങൾ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുന്നു. നീ അപ്പൊ അവരോട് സംസാരിച്ചോണ്ടിരിക്കുന്നു? ഞാൻ നിങ്ങളോട് സംസാരിച്ചോണ്ടിരിക്കുന്നു. എന്നോട് വെറുതെ ഫോണിന്റെ ഒരു കാര്യമില്ല. ഒരു കാര്യമില്ല. ഒരു 1000 രൂപ കിട്ടാൻ വേണ്ടി എന്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് നീ വാങ്ങിക്കണം. ഞാൻ ചോദിച്ചാൽ തരത്തില്ല. കൊള്ള കെട്ടിയോ ചോദിച്ചിട്ട് തരത്തില്ല, പിന്നെ ഞാൻ ചോദിച്ചാൽ തരുമോ? അതൊക്കെ എന്റെ ഭാര്യ ചോദിച്ച അപ്പ പൈസ എടുത്ത് തരും. എന്നാ പിന്നെ ചോദിക്കാടാ, ഞാൻ കൊടുക്കാം. സന്തോഷം സമ്മതിക്കില്ല. അതാരാ? ഇപ്പൊ അവൾ അവന്റെ കൂടെയാണ്. എനിക്കാണെങ്കിൽ അവന്റെ മുഖം കാണുമ്പോ ഒരുമാതിരിയൊക്കെ ചമ്മലാണ്. ഞാൻ നടക്കാത്ത കാര്യമല്ല. എടാ ഒരു 1000 രൂപ കിട്ടുന്ന ഒരു ഏർപ്പാടുണ്ട്. എന്താണെന്ന് പറ. ഒരു ഐഡിയ എന്ന് പറഞ്ഞാല് IPL ഉണ്ടല്ലോ. ഇല്ല BPL ആണ് കാർഡ്. എടാ IPL എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റ്. അതിനങ്ങനെയാണ് പറയണത്. പിന്നെ എന്താ ക്രിക്കറ്റ് പറ. ഇപ്പം IPL നടന്നല്ലോ. അപ്പൊ ബാംഗ്ലൂരും പഞ്ചാബും തമ്മിലാണ് കളിച്ചത്. പഞ്ചാബ് തോറ്റ്. അതിപ്പോ ഞാൻ ചെയ്ത്. അയ്യോ നീ ഒന്ന് 1000 രൂപ കിട്ടേണ്ട ഒരു ഏർപ്പാട്, അല്ലെങ്കിൽ ഞാൻ ചവിട്ടി പുറത്തായിരിക്കും. എടാ ഒരു നമ്മൾ വാത് വെച്ച് നീ ബാംഗ്ലൂര്, ഞാൻ പഞ്ചാബ്. അപ്പൊ എന്റെ ഒരു 1000 രൂപ നിനക്ക് തരണം. വാത് വെച്ച പൈസ അത് എന്റെ ഭാര്യയോട് പറയണം. ആര് തോറ്റത്? എടാ ഞാൻ പഞ്ചാബ് തോറ്റ്. ഓക്കെ കിട്ടൂല. നീ പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നെ ചീത്ത പറഞ്ഞോളൂ. എന്നെ ഇൻസൾട്ട് ചെയ്യണം. എന്നെ ഇൻസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ഭാര്യ സഹിക്കത്തില്ല. അവൾ അപ്പോഴേ പൈസ എടുത്ത് തരും. പക്ഷെ അവൾ ഇൻസൾട്ട് ചെയ്യും, അത് വേറെ കാര്യം. അത് വിഷയമല്ല. അങ്ങ് പറിക്കാൻ പോകേണ്ട കേസ്. അത് പിന്നെ തുടങ്ങിക്കോ. ഇപ്പൊ തുടക്കത്തിൽ ഇത്ര കേട്ടു വെച്ചാൽ നാണം കൊണ്ടാണോ വീട്ടുകാരിക്കാൻ? കവലയിൽ നീ ഡെയിലി ഇറങ്ങണല്ലേ? പൈസ തരാൻ വയ്യാത്തോണ്ട് നീ ഇറങ്ങാറില്ല. മര്യാദക്ക് എന്റെ ആയിട്ട് എന്തിലേക്ക് എന്റെ തനി സ്വഭാവം നിങ്ങൾ അറിയും. പുള്ളി പറയും ഈ സംഭവം എന്താ പറയാ, IPL ഇല്ലേ? IPL നമ്മൾ ഇന്നലെ രണ്ടുപേരും കൂടി കണ്ടത് അതിന്റെ ഫൈനലായിരുന്നല്ലോ. അപ്പൊ അതിനകത്ത് ഞാൻ പറയാം IPL കളി നടന്നല്ലോ. അപ്പൊ നമ്മൾ വാത് വെച്ച്, അപ്പൊ ഞാൻ ബാംഗ്ലൂര്, പഞ്ചായത്ത് അവസാനം തോറ്റല്ലോ. അവന് ടെൻഷൻ കേറുമ്പോഴേ അങ്ങനെ. അപ്പൊ ഞാൻ ബാംഗ്ലൂര്, ഇവൻ കഞ്ചാവ്. എനിക്ക് അപ്പോഴേ തോന്നി ആവശ്യമില്ലാതെ ഇംഗ്ലീഷ് പറയുന്നുണ്ട്. എനിക്ക് അപ്പോഴേ തോന്നി. ഇവനെ സംസാരിച്ച് വന്നപ്പോ ഇവന്റെ ടംഗ്ലർ സ്ലിപ്പ് അടിച്ചു. ഇവനെ നാക്കുടക്കി പോയ അതെ. പഞ്ചാബ് എന്നാ അല്ലേ? പഞ്ചാബ് തോറ്റു. അപ്പൊ ഇയാള് വാത് വെച്ചപ്പോ ഇയാളുടെ ടീമാണല്ലേ പഞ്ചാബ്. അപ്പൊ ഇയാൾ എനിക്ക് 1000 രൂപ തരണം. ചോദിച്ചിട്ട് പൈസ തരുന്നില്ല. മര്യാദക്ക് പൈസ തരാൻ പറയാ. തരുമല്ലോ എന്ന് പറഞ്ഞാൽ തരണം. അല്ല ഇതെവിടെ? അതെ, മനുഷ്യനായി കഴിഞ്ഞാൽ അല്പമെങ്കിലും നാണം വേണം. നാണം. ഇയാൾക്ക് നാണമല്ലേ ചേച്ചി? അതിന് ഇയാൾക്ക് നാണം ഉണ്ടോ? അയ്യ എനിക്കൊരു കാര്യം ചെയ്യും. ഇങ്ങനെ അടുത്ത് ജോലിക്ക് പോയിട്ട് എനിക്ക് പൈസ കൊണ്ട് തരാൻ പറയാ ചേച്ചി. അതിന് ഇയാൾ എവിടാ ജോലിക്ക് പോകുന്നു? അതെ, ഒരു മനുഷ്യനായി കഴിഞ്ഞാൽ വാക്ക് പറഞ്ഞ വാക്കിന് വില വേണം. വാക്കില്ലാതെ ഒരു ഉളുപ്പില്ല നിൽക്കാൻ ഇയാൾക്ക് നാണമല്ലേ പറയാ ചേച്ചി? എന്റെ പൊന്നനിയാ, ഇയാൾക്ക് എവിടെ വാക്കിന് വില ഇരിക്കണ്? നീ ഇത് കേക്കണം. കല്യാണം കഴിഞ്ഞ് ഞാൻ പറഞ്ഞു നമുക്ക് ജടായു പാറ കാണാൻ പോവാന്ന്. ഇയാള് 8 കൊല്ലായിട്ട് ഇവിടെ പാറ പോലെ ഇരിക്കാന്നല്ലാതെ ജടായു പാറ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. ഇതുപോലെ വാക്കില്ലാത്ത ഒരു മനുഷ്യനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തോ വാക്കിന്റെ മുകളിലാണ് ഇങ്ങോട്ട് കേറി വന്നത്. താന്നുപോയി കത്തിക്കയറടാ. നീ പറഞ്ഞ കത്തിയുടെ വെള്ളം എന്നാൽ ഈ വിവരം ഞാൻ നാട്ടുകാരെ മൊത്തം അറിയിക്കാൻ പോവാണ്. എല്ലാ ആൾക്കാരും അറിയിക്കും. നാട്ടുകാരെ എങ്ങനെ അറിയിക്കും? നാട്ടുകാരെ ഞാൻ അറിയിക്കും. നാട്ടുകാരെ എങ്ങനെ അറിയിക്കും? പറഞ്ഞുതരാം. ഞാൻ നമ്മുടെ നാട്ടിലെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ. നാട്ടുകാരെ അറിയിക്കാൻ പോകുന്നവൻ അറിയിക്കട്ടെ. അപ്പൊ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ. വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ വീഡിയോ ഇടാൻ പോവാണ്. പ്രിയമുള്ള നാട്ടുകാരെ, ഈ വീട്ടിലെ ദിനേശൻ വാത് വെച്ച് എനിക്ക് 1000 രൂപ തരാനുണ്ട്. ഇയാൾ തരുന്നില്ല. നോക്ക്, കൊടുക്കുമല്ലോ. കണ്ണുരുട്ടി കാണിക്കുന്ന എന്തിനാ? കൊടുക്കുമല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ വാങ്ങിച്ചു തരണം. ഇനി പൈസ തരാതെ ഞാൻ ഇവിടെ നിന്ന് പോവില്ല. ഇവിടുന്ന് പോകത്തില്ല.
ഇതിപ്പോ എന്തോ ചെയ്യും? ഇതിപ്പോ നീ തേങ്ങ അരച്ച് കറി വെക്കാം. അതല്ല, ഞാൻ നേരത്തെ ഇതിനൊക്കെ വാത് വെച്ച് അവന്റെ 1000 രൂപ വാങ്ങിച്ചിട്ടുണ്ട്. അത് ശരിയാ, നീ എഴുതി. അപ്പൊ അതല്ല വിഷയം. യവനിപ്പം ജംഗ്ഷനിലോട്ട് ഇറങ്ങി എന്റെ സുഹൃത്തുക്കളെല്ലാം വിളിച്ചു പറയും. നാണക്കേടാവും. കഷ്ടകാലത്ത് എന്റെ സുഹൃത്തുക്കളെല്ലാം നിന്റെ പെൺ സുഹൃത്തുക്കളായിട്ട് സുഹൃത്തുക്കളാ. അപ്പൊ നിന്റെ സുഹൃത്തുക്കൾ അറിയുമ്പം നിനക്ക് നാണക്കേടാവുമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം. ഞാൻ അത് അങ്ങ് സഹിക്കും. അല്ല, നീ എന്തിനാ സഹിക്കുന്നത്? അല്ല, ഈ വാഴ നനയുമ്പോ ചീരി നനയണത് നല്ലതാണല്ലോ. അപ്പൊ ഞാൻ വാഴയാണോ നീ അങ്ങ് തീരുമാനിച്ചു? വാഴ. എടാ, നീ ഇവിടെ ഇരിക്കാണോ? ഊണ് കഴിച്ചിട്ടല്ലേ പോവുള്ളൂ. ചിക്കൻ കറി ഉണ്ട്, ഊണ് കഴിച്ചിട്ട് പോണേ. അല്ല, നീ എന്തിനാ അതെ ചിക്കൻ നടക്കത്തില്ല. നീ നാച്ചുറൽ അല്ലായിരുന്നു. അതാണ് ഇവിടെ കേറ്റി കളിക്കണം. അല്ലെ കിടത്തില്ല. വിട്ടോ. ഊണ് കഴിച്ചിട്ട് പോ. ഊണ് കഴിച്ചിട്ട് പോവാം. ചിക്കനും കൂട്ടിട്ട് ഊണ് കഴിക്കാൻ ആര് പറഞ്ഞു? ചേച്ചി പറഞ്ഞു. ചേച്ചി പറഞ്ഞാൽ നീ ചിക്കൻ കൂട്ടി ഊണ് കഴിച്ചിട്ടേ പോത്തോളാം. ഞാൻ കഴിക്കാതെ പോയാ പിന്നെ ജാടയാണെന്നൊക്കെ വിചാരിക്കില്ലേ? നീ ഇവിടെ കിടക്കാൻ പറഞ്ഞ കിടക്കും. പോടാ. പിന്നെ എന്റെ 1000 രൂപ ഇതാ. ഏത് 1000 രൂപ? മറ്റേ നേരത്തെ ബെറ്റ് വെച്ച 1000 രൂപ. എടാ, അത് നമ്മള് കള്ളത്തരം അവളോട് പറഞ്ഞ് കേറ്റി കളിച്ചതല്ലേ? ചേച്ചിയോട് പറഞ്ഞു. ചേച്ചി കള്ളത്തര കേസാണ്. കള്ളത്തരം പറഞ്ഞ അതിലും ഏത് പൈസ? ബെറ്റ് വെച്ച 1000 രൂപ. നീ എന്താ കളിക്കുന്ന? നിങ്ങളല്ലേ മര്യാദക്ക് മാങ്ങ പറിക്കാൻ പോയി 1000 രൂപ കിട്ടിയായിരുന്നു. അപ്പോഴാണ് നിങ്ങൾ പിടിച്ച് കയറ്റിയത്. പ്രമോദ്, ഞാൻ സീരിയസ് ആയിട്ട് പറയാണ്. നീ പോ. പൈസ ഇങ്ങോട്ട്. പൈസ പൈസ ഇല്ല. പൈസ ഇല്ലേ? നമ്മള് ചുമ്മാ പറഞ്ഞല്ലേ. പൈസ ഉണ്ടോ കളിക്കാതെ? മര്യാദക്കാണെങ്കിൽ മര്യാദ. തരാനുള്ള പൈസ വെച്ചപ്പോ എന്നെ തല്ലി. നിങ്ങൾക്ക് ഭ്രാന്താണോ മനുഷ്യ? എന്ത് വീട്ടുകാരി വന്നവരെ തല്ലാൻ? ഞാൻ തല്ല. പിന്നെ എടി, അവന് ഞാൻ അങ്ങനെ പൈസ കൊടുക്കാനൊന്നും ഇല്ല. നിങ്ങൾ ആദ്യം പറഞ്ഞു കൊടുക്കാനുണ്ടെന്ന്, ഇപ്പൊ പറഞ്ഞു കൊടുക്കാനില്ലെന്ന്. എടി, നീ പറഞ്ഞില്ലേ ആദ്യം കൊടുക്കത്തില്ലെന്ന്? പിന്നെ എന്തിനാ ഇപ്പൊ കൊടുക്കാന്ന് പറയുന്നത്? ഞാൻ ചിക്കൻ കറി വെച്ചോണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയത്, ഈ 1000 രൂപ ഇപ്പൊ കൊടുത്തില്ലെങ്കിൽ 10000 രൂപയുടെ പേരുദോഷം ഞാൻ കേൾക്കേണ്ടി വരും. ഞാൻ അവന് കൊടുക്കാൻ പോവാ. കൊടുക്കരുതെന്നാ പറഞ്ഞത്. നിങ്ങൾ കഞ്ചാവോ മനുഷ്യ? അയ്യോ, ആദ്യം പറഞ്ഞു കൊടുക്കാം, പിന്നെ കൊടുക്കണ്ട. എനിക്ക് തലയ്ക്ക് പ്രാന്ത്. അവന് ശരിക്കും ഞാൻ 1000 രൂപ കൊടുക്കാനില്ല. കള്ളത്തിനോട് പറയണത്. എന്താണ് തെളിവ്? നിങ്ങൾ നേരത്തെ നാട്ടുകാരെ മൊബൈലിൽ വിളിച്ച് വീഡിയോയിൽ പറഞ്ഞായിരുന്ന പൈസ കൊടുക്കാൻ? ഞാൻ വാത് വെച്ചിട്ടില്ല. നിങ്ങൾ പറഞ്ഞോ നാട്ടുകാരുടെ മുമ്പില്? പറഞ്ഞോ ഈ 1000 രൂപ കൊടുത്തില്ലെങ്കിൽ എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? ഞാൻ വാത് വെച്ചിട്ടില്ലെന്ന്. പോ മനുഷ്യ, ഞാൻ എടാ, നീ ഇത് കൊണ്ടൊക്കോ. ഊണ് കഴിച്ചിട്ടല്ലേ പോവുള്ളൂ. ചിക്കൻ കറി ഉണ്ട്. ഞാനേ നല്ല ചേച്ചി ഇപ്പൊ ഊണ് കഴിച്ചിട്ട് പോവല്ലേ? സത്യം പറഞ്ഞ ഞാൻ ഇത്രയും പെട്ടെന്ന് പൈസ കിട്ടുമെന്ന് വിചാരിച്ചില്ലേ. ഞാനും ആ പൈസ ഇങ്ങട്. എന്തിന്? എടാ, അവളിപ്പോ തന്നെ 1000 രൂപ ഇല്ലേ അടിക്കാനുള്ളതല്ലേ? അങ്ങോട്ട് അതെനിക്കെന്താ പൈസ ഇല്ലേ? അടിക്കുമ്പോഴേ 2 നീ കൂടുതൽ അടിച്ചു. ഒരു കവാരത്ത് കിട്ടിയല്ലോ എനിക്ക്. അതിന്റെ നാട്ടാൻ കൂട്ടിയാ മതി. പോട്ടെ, നീ പൈസ കയ്യിൽ വിട്. പൈസ തന്നിട്ട് പോടാ. കറി പൈസ തരാം. പക്ഷെ ഇനി എന്റെ ഈ പൈസ തിരിച്ചു വന്ന പിന്നെ സ്വപ്നത്തിൽ പോലും ചോദിക്കരുത്. നിന്റെ വരുത്തില്ല. ആണേട് അമ്മയാണ് എല്ലാരും. ചേച്ചി, ഞാൻ പോണേണേ. എടാ, കറി ആയടാ, ഊണ് കഴിച്ചിട്ട് പോവാ. വേണ്ട ചേച്ചി, സന്തോഷം. എന്ത് പറ്റിയടാ? അല്ല, ഇനി ചേച്ചിക്ക് ഇതുപോലെ വൃത്തിയോടെ കിട്ടിയല്ലോ. നിങ്ങൾ നല്ല മനസ്സിലുള്ള ചേച്ചിയാണ്. ആ പൈസ തിരിച്ച് പിടിച്ചങ്ങ് മേടിച്ച്. ഞാൻ തിരി ഉണ്ടോ നിങ്ങൾക്ക്? ആ കൊടുത്ത പൈസ തിരിച്ചു നേരത്തെ ആണായിട്ടാണ് ചോദിക്കുന്നത്. എടാ, നിന്റെ മാങ്ങ ഞാൻ പറിച്ച് വിറ്റ് 1000 രൂപ എടുത്തോട്ടെ. അയ്യോ, ഉണ്ടാക്കണ്ട. ഞാൻ മാങ്ങ പറിച്ച് വിറ്റോളാം. എനിക്ക് എന്തിന്റെ കുരുവായിരുന്നു. എങ്ങാണ്ട് കടന്ന് ഒരുത്തരെ വിളിച്ച് 1000 രൂപയും കൊടുത്ത് ചിക്കൻ കറിയും കഴിച്ചിട്ട് പോകുന്നു. ഇതാ പറയുന്നത്, കള്ളത്തരം പറഞ്ഞ് മേടിക്കുന്ന പൈസ അതങ്ങനെ പോവും. പ്രമോദന്റെ ഊണ് കഴിക്കുവാ. ചിക്കൻ കറിയായി. ചിക്കൻ കറിയും കൂടി ഊണ് കഴിക്കാം. പക്ഷേ അവന്റെ 1000 രൂപ മേടിച്ചിട്ട് പോയില്ലേ? അവന്റെ ബെറ്റ് വെച്ച് 2000 രൂപ ഞാൻ വാങ്ങിക്കും. എന്റെ പൊന്നെ, ഇനി ബെറ്റ് വെക്കല്ലേ. എന്റെ കയ്യിൽ 2000